ICICI ബാങ്കാണ്. ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 20% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിക്കുമെന്നാണ് സെൻട്രൽ ഇപ്പോൾ വിലയിരുത്തുന്നത്. ടാർഗറ്റ് പ്രൈസായിട്ട് നിലവിൽ 1400 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് നൽകിയിരിക്കുന്നത്. ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു വശങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ കമ്പനിക്ക് ലോൺ ബുക്കിലും മറ്റുമൊക്കെ ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെ പരിശോധിക്കുകയാണെങ്കിലും റീറ്റെയിൽ സെഗ്മെൻറ്റിലും കോർപ്പറേറ്റ് ലെൻഡിങ് പരിശോധിക്കുകയാണെങ്കിലും രണ്ട് രീതിയിൽ പരിശോധിക്കുകയാണെങ്കിലും ലോൺ സെഗ്മെൻറ്റിലും മറ്റുമൊക്കെ ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ICICI ബാങ്കിന് സാധിക്കുന്നു. ഈ ഒരു കഴിഞ്ഞ പാദത്തിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ മറ്റുള്ള ബാങ്കുകളും മറ്റൊക്കെ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും മറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊക്കെ ഒരു ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിൽ മറ്റും ഒരു ഔട്ട് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത് തീർച്ചയായിട്ടും ICICI ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. കൂടാതെ അസറ്റ് ക്വാളിറ്റി പരിശോധിക്കുകയാണെങ്കിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു അസറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ലോ ലെവലിലാണ് കമ്പനിയുടെ ഒരു നോൺ പെർഫോമിംഗ് അസറ്റ്സ് നിലനിൽക്കുന്നത് എന്നുള്ളതും നിലവിൽ ഇപ്പോൾ ICICI ബാങ്കിന് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കൂടാതെ കോർപ്പറേറ്റ് മേഖല പരിശോധിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബാങ്കിങ് മേഖല പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെൻറ്റും പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും പല കാലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള ഒരു സൽപ്പേരും ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കൂടാതെ ഈ ഒരു സെക്ടറിനെ തന്നെ മുൻപോട്ട് നയിക്കുന്ന പല കാര്യങ്ങളും ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് തീരും എന്നും സെൻട്രൽ ഇപ്പോൾ കാണുന്നു. അതിലവർ പ്രധാനമായിട്ടും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റിനും മറ്റുമൊക്കെ ഇപ്പോൾ ഡിമാൻഡ് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു. ഇത് നിലവിൽ ഇപ്പോൾ ICICI ബാങ്കിന് വളരെ പോസിറ്റീവായിട്ട് തീരും. കൂടാതെ ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്കും മറ്റുമൊക്കെ ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നു. അതായത് റൂറൽ മേഖല പരിശോധിക്കുകയാണെങ്കിലും കൂടുതലായിട്ട് ഒരു ഡിജിറ്റൽ അഡോപ്ഷൻ നടക്കുന്നു. ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പ് തന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ മികച്ചു നിന്നിരുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റും ICICI ബാങ്കിന് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.